ഗുഡ് മോർണിംഗ് ഫ്യൂച്ചർ മാനേജേഴ്സ്, വെൽക്കം ടു അവർ ചാനൽ MBA ചേസർ. സോ നമ്മൾ ഇന്ന് ഒരു പുതിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മൾ നമ്പർ സിസ്റ്റം എന്ന് പറഞ്ഞ സീരീസിൻ്റെ 21ാമത്തെ വീഡിയോ ആണ്. സോ ഇതുവരെ വീഡിയോസ് കണ്ടിട്ടില്ലാത്തവർക്ക് ആ വീഡിയോസ് കണ്ടിട്ട് എന്ന് വരണം. കാരണം നമ്മൾ ഡിവിസിബിലിറ്റി റൂളിൻ്റെ സെക്കൻഡ് വീഡിയോ ആയിരിക്കും നമ്മൾ പറയുന്നത്, സെക്കൻഡ് പാർട്ടായിരിക്കും പറയുന്നത്. എല്ലാവരും കയറി നേരത്തെ വീഡിയോസ് കണ്ടിട്ട് മാത്രം വരിക, കാരണം അതാണ് ഇരിക്കും നമ്മുടെ ബേസിക്. സോ നമുക്ക് 7ന്റെ ഡിവിസിബിലിറ്റി റൂളിനെ പറ്റി ഇപ്പോൾ ഈ വീഡിയോയിൽ പഠിക്കാം. നമുക്കിപ്പം 91 എന്ന് പറഞ്ഞൊരു നമ്പർ വരാണ്. ഇത് എങ്ങനെ ഡിവിസിബിൾ ബൈ 7 ആണെന്ന് നമ്മൾ നോക്കണം. നമ്മൾ 2ൻ്റെ പഠിച്ച്, 2ൻ്റെ 4 പഠിച്ച്, 8 പഠിച്ച്, 16 പഠിച്ച്, പിന്നെ 3 പഠിച്ച്, 9 പഠിച്ച് അല്ലേ. അതേപോലെ നമ്മൾ അടുത്ത് പഠിക്കാൻ പോകുന്നതാണ് 7. അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞതാണ്, ഇപ്പോൾ ഏതൊരു നമ്പർ എടുക്കുകയാണെങ്കിലും ഇപ്പോൾ 12 ആയാലും 72 ആയാലും അതിൻ്റെ തന്നെ കോ പ്രൈം നമ്പേഴ്സ് എടുത്തിട്ടായിരിക്കണം നമ്മൾ അതിൻ്റെ ഡിവിസിബിലിറ്റി റൂൾ കണ്ടുപിടിക്കേണ്ടത്. അതിൻ്റെ ഡിവിസിബിലിറ്റി റൂൾ എന്ന് പറയുമ്പോൾ അതിൻ്റെ കോ പ്രൈം നമ്പേഴ്സ് ആയിരിക്കും. എന്ന് പറയുമ്പോൾ ഇപ്പം 72 ആണെങ്കിൽ 8 × 9, അങ്ങനെ വരാണെങ്കിൽ 21ൻ്റെ എന്തോന്നാണ് 3 × 7. ഈ 3ൻ്റെ ഡിവിസിബിലിറ്റി റൂള് നമ്പറിലായിരിക്കണം. 7ൻ്റെ ഡിവിസിബിലിറ്റി റൂള് അത് ഫോളോ ചെയ്യണം, എങ്കിലേ ആ നമ്പർ 21 ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുള്ളൂ. സോ 91 എങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്? ആദ്യം നമ്മൾ ഈ യൂണിറ്റ് ഡിജിറ്റ് ഉണ്ടല്ലോ, അതേ ഇൻറ്റു 2 ചെയ്യും. അപ്പോൾ എത്ര? 1 × 2 എത്ര? 2 കിട്ടിയില്ലേ. ഇവിടുത്തെ 9 ഉണ്ടല്ലോ, ഈ 9ൽ നിന്ന് ഈ 2 കുറയ്ക്കുക, 9 - 2 7 എന്ന് കിട്ടും. മനസ്സിലായ? ഇങ്ങനെ 7 കിട്ടിയാൽ ഇത് ഡിവിസിബിൾ ബൈ 7 ആണോ എന്ന് നോക്കുക. വിച്ച് ഈസ് ഡിവിസിബിൾ ബൈ 7? ഡിവിസിബിൾ ബൈ 7 അല്ലേ? 7 വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ലേ 7? സോ ഇത് ഡിവിസിബിൾ. Therefore 91 ഈസ് ഡിവിസിബിൾ ബൈ 7 എന്ന് നമുക്ക് എഴുതി വയ്ക്കാം. മനസ്സിലായ? ഇപ്പം വേറൊരു ക്വസ്റ്റ്യൻ നമ്മളടുത്ത് ചോദിക്കുകയാണ്. 63 നിങ്ങൾക്ക് അറിയാമല്ല, 7 9 എത്ര? 63. അപ്പോൾ നമ്മൾ ഇതിലെങ്ങനെ കണ്ടുപിടിക്കും? 3 × 2 6. സോ 6 - 6 എത്ര? 0. നമ്മുടെ ഇവിടുത്തെ നമ്പർ നമുക്ക് കിട്ടുന്ന വാല്യൂ 7 0 7ൻ്റെ മൾട്ടിപ്പിൾ ഏതോ ആവാം. എങ്കിൽ അതെന്തോന്നാണ്? ഡിവിസിബിൾ ബൈ 7 ആയിരിക്കും. അതേ പക്ഷേ നമ്മളടുത്ത് ഇപ്പം വേറൊരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. 106 നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? 6 × 2 എത്ര? 12. 10ൽ നിന്ന് 2 കുറച്ച് എത്ര? -2. അത് ഡിവിസിബിൾ ബൈ 7 ആണോ? അല്ല. അപ്പം നമുക്ക് ഇറ്റ് ഈസ് നോട്ട് ഡിവിസിബിൾ ബൈ 7 എന്ന് എഴുതാം. അടുത്ത നമുക്ക് 4ാമത്തെ ഒരു ക്വസ്റ്റ്യൻ എടുക്കാം. 105 എടുത്ത് നോക്കാം. ഇത് 5 × 2 എത്ര? 10. 10 - 10 എത്ര? 0. സോ വിച്ച് ഈസ് ഡിവിസിബിൾ ബൈ 7 എന്ന് നമുക്ക് എഴുതാം. 105 ഈസ് ഡിവിസിബിൾ ബൈ 7 എന്ന് നമുക്ക് എഴുതാം. എഴുതിക്കൂടെ? ഇപ്പോൾ ഒരു വലിയൊരു നമ്പർ വരാണ്. ഇപ്പോൾ ഞാൻ ഒരു ഗ്രീൻ എടുക്കട്ടെ. വലിയൊരു നമ്പർ വരാണ്. 5 6 3 5. നമ്മളെങ്ങനെ കണ്ടുപിടിക്കും? നമ്മൾ ഇവിടുത്തെ 5 × 2 എത്ര? 10. സോ 563 - 10 എത്ര? 553. ഇവിടുത്തെ വീണ്ടും അടുത്ത യൂണിറ്റ് ഡിജിറ്റ് എടുക്കണം. × 2 എത്ര? 6. അപ്പോൾ നമ്മൾ 55ൽ നിന്ന് നമ്മൾ 6 കുറയ്ക്കണം. അപ്പോൾ എത്ര കിട്ടും? 49 കിട്ടും. 49 ഡിവിസിബിൾ ബൈ 7 അല്ലേ? ഡിവിസിബിൾ ബൈ 7 അല്ലേ? ആൻസർ കിട്ടിയില്ലേ? കിട്ടി. എന്തെളുപ്പമെന്ന് നോക്കിയേ. അടുത്ത് വേറൊരു ക്വസ്റ്റ്യൻ ആയിട്ടോ, ഞാൻ റാൻഡം ആയിട്ട് ഒരു നമ്പർ എടുക്കുന്നത്. 7 to 8 എന്ന് പറയാം. 7 to 8 എന്ന് പറയാം. നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? 8 × 2 എത്ര? 16. അപ്പോൾ എത്ര? നമ്മൾ 72 - 16 എത്ര? 6 5 56 എന്ന് പറയാം. 56 ഡിവൈഡഡ് ബൈ 7 ആണോ? 7 ആണ്. 7 8 are 56 അല്ലേ? അല്ലെങ്കിൽ നമുക്ക് ഇപ്പം നിങ്ങൾ ചോദിക്കുകയാണ് × 2 ചെയ്താൽ ചെയ്തോ. 5 - 12 എത്ര? -7 കിട്ടും. -7 ഡിവിസിബിൾ ബൈ 7 അല്ലേ? അപ്പോൾ എന്തോന്നാണ്? 728 ഈസ് ഡിവിസിബിൾ ബൈ 7 എന്ന് നമുക്ക് എഴുതി വെക്കാം. മനസ്സിലായോ? അടുത്ത നമുക്ക് ഡിവിസിബിലിറ്റി റൂൾ ഓഫ് 11 എടുക്കാം. 11ൻ്റെ ഡിവിസിബിലിറ്റി റൂൾ നമ്മൾ എടുക്കുകയാണ്. 11ൻ്റെ നമ്മൾ 11 × 12 ചെയ്യാൻ നമ്മളൊരു ഷോർട്ട് കട്ട് പഠിച്ചിട്ടില്ലായിരുന്നാടാ. 11 വെച്ച് ഏതൊരു നമ്പർ മൾട്ടിപ്ലൈ ചെയ്യാനും ഏറ്റവും എളുപ്പമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ? എങ്ങനെയാണ്? ഈ നമ്പർ അപ്പുറത്തും ഇപ്പുറത്ത് 2 എൻഡിൽ എഴുതണം, 2ഉം കൂടി കൂട്ടണം. അപ്പോൾ എത്ര കിട്ടും? 132 കിട്ടും അല്ലേ? ഇപ്പം 12 ഒരു 73 × 11 എന്ന് പറഞ്ഞാൽ നമ്മൾ എങ്ങനെ ചെയ്യും? 7 ഇവിടെ എഴുതും, 3 ഇവിടെ എഴുതും, 0 ഇവിടെ എഴുതും, മേളിൽ 1 ഇട്ട് കൊടുക്കും. അപ്പോൾ എത്ര? 803 ആയിരിക്കും നമ്മുടെ ആൻസർ. എന്തെളുപ്പമെന്ന് നോക്കിയേ. അങ്ങനെയല്ലേ നമ്മൾ 11ൻ്റെ മൾട്ടിപ്ലിക്കേഷൻ പഠിച്ചത്? അപ്പോൾ നമ്മളടുത്ത് 11ൻ്റെ ഡിവിസിബിലിറ്റി റൂൾ എങ്ങനെയായിരിക്കും? ഒന്നാമത്തെ ദിവസം ഞാൻ ചെയ്ത് കാണിച്ചു തരാം. 1 3 3 1
1331 എന്തോന്നാണ് 11ന്റെ ക്യൂബ് അല്ലേ? ഇത് അറിയാനുള്ളവർക്ക് നേരെ എഴുതി വെക്കും അല്ലേ? അപ്പോൾ നമുക്ക് ഡിവിസിബിലിറ്റി റൂള് എങ്ങനെ 1331 ഫോളോ ചെയ്യാൻ നമുക്ക് നോക്കാം. നമ്മൾ എങ്ങനെയാണ് 11 ഡിവിസിബിലിറ്റി റൂൾ നോക്കുന്നത്? 1+3 ആൾട്ടർനേറ്റീവ് ആയിട്ടുള്ളത് കൂട്ടണം. 1+3 മൈനസ് 3+1 3+1 അപ്പോൾ എത്ര? 4 - 4 എത്ര? 0. 7 പറഞ്ഞു വന്ന പോലെ തന്നെ നമ്മുടെ ഈ ലാസ്റ്റത്തെ വാല്യൂ, ഈ സബ്ട്രാക്ട് ചെയ്യണ വാല്യൂ 0 ഓർ മൾട്ടിപ്പിൾ ഓഫ് 11 ആണ് ആവുകയാണെങ്കിൽ അതെന്തോന്നാണ്? ഡിവിസിബിൾ ബൈ 11 ആണ്. ഇപ്പം നമുക്ക് വേറൊരു ക്വസ്റ്റ്യൻ എടുത്ത് നോക്കാം. 5, 6, 7, 8, 9, 1, 2 എന്ന് എടുക്കാൻ. ഇപ്പോൾ ഈ ക്വസ്റ്റ്യൻ നമ്മൾ എങ്ങനെ ചെയ്യും? നമ്മൾ ആൾട്ടർനേറ്റീവ് നമ്പർ എടുക്കും. 1 + 5 + 7 + 9 + 2 5 + 7 + 9 + 2 മൈനസ് 6 + 8 + 1 6 + 8 + 1 എത്ര? അപ്പോൾ ഇതെല്ലാം കൂട്ടുമ്പോൾ എത്ര? 12, 21, 23 മൈനസ് 14, 15 അപ്പോൾ എത്ര? 8 എന്ന് കിട്ടിയാ? അപ്പോൾ 8 മൾട്ടിപ്പിൾ ഓഫ് 11 ആണ്? നോ, നോട്ട് ദി മൾട്ടിപ്പിൾ ഓഫ് 11 എന്ന് നമുക്ക് എഴുതാം. മൾട്ടിപ്പിൾ ഓഫ് 11 വിച്ച് ഈസ് നോട്ട് ഡിവിസിബിൾ ബൈ 11 എന്ന് നമുക്ക് എഴുതി വയ്ക്കാം. അപ്പം നമുക്ക് വേറൊരു ക്വസ്റ്റ്യൻ എടുത്ത് നോക്കാം. 5, 6, 7, 5, 9, 1, 2 ഇത് നമ്മൾ എങ്ങനെ ചെയ്യും? നമ്മൾ ഓൾട്ടർനേറ്റീവ് നമ്പർ എടുക്കുകയാണ്. ഓൾട്ടർനേറ്റീവ് അപ്പോൾ എത്ര? 5 + 7 + 9 + 2 മൈനസ് അടുത്ത ആൾട്ടർനേറ്റീവ് 6 + 5 + 1 6 + 5 + 1 അപ്പോൾ എത്ര? 12, 21, 23 11, 12 മൈനസ് 12 എത്ര? 11 എന്ന് കിട്ടി. വിച്ച് ഈസ് ഡിവിസിബിൾ ബൈ 11 എന്ന് നമുക്ക് എഴുതി വയ്ക്കാം. എഴുതി വെച്ചൂടെ? അപ്പോൾ നിങ്ങൾ എനിക്കൊരു ക്വസ്റ്റ്യൻ ചെയ്തിട്ട് ഡിവിസിബിൾ ബൈ 11 ആണോ എന്ന് കണ്ടുപിടിച്ചോ? ഇത് ഡിവിസിബിൾ ബൈ 11 ആണോ അല്ലേ എന്ന് എനിക്ക് കമൻറ്റ് ബോക്സിൽ ഇട്ട് പഠിച്ചാൽ നോക്കട്ടെ. സോ അടുത്ത നമുക്ക് ഡിവിസിബിലിറ്റി റൂൾ ഓഫ് 13 പഠിക്കാം. നമ്മൾ 7 പഠിച്ച് 11 പഠിച്ച് ഇനി 13 പഠിക്കാം. സോ 13ൻ്റെ ഡിവിസിബിലിറ്റി റൂൾ ഇപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ ഒരു ക്വസ്റ്റ്യൻ എടുക്കുകയാണ്. 169 എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയില്ല 13ൻ്റെ സ്ക്വയർ ആണ്. അപ്പോൾ ഇത് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കുക എന്ന് പറയുമ്പം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മളെ യൂണിറ്റ് ഡിജിറ്റ് 2 വെച്ചല്ലേ മൾട്ടിപ്ലൈ ചെയ്താൽ, എന്നാൽ നമ്മളെ 13 വരുമ്പോൾ നമ്മൾ 4 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യും. അപ്പോൾ എത്ര? 36 എന്ന് വരും. 4 × 9 എത്ര? 36. എന്നാൽ മറ്റേതിൽ നമ്മൾ മൈനസ് ചെയ്ത്. എന്നാൽ ഈ ക്വസ്റ്റ്യനിൽ ഈ 13ൻ്റെ ഡിവിസിബിലിറ്റി റൂളിൽ നമ്മൾ ഇതുമായിട്ട് കൂട്ടും. 16 + 36 എന്നായിരിക്കും. അപ്പോൾ എത്ര വരും? 52 എന്ന് പറയും. 52 ഡിവിസിബിൾ ബൈ 3 ആണോ? 52 13 × 4 ആണോ? 4 അല്ലേ നമ്മളെ 52. അപ്പോൾ എന്തോന്നാണ്? 13 ഈസ് ഡിവിസിബിൾ 169 ഈസ് ഡിവിസിബിൾ ബൈ 13 എന്ന് നമുക്ക് പറയാം അല്ലേ? പറഞ്ഞൂടെ? അപ്പോൾ നമുക്ക് രണ്ടാമത്തെ നമുക്കൊരു ക്വസ്റ്റ്യൻ എടുക്കാം. 299 എടുക്കാം. 299 എടുത്താൽ നമ്മൾ എന്ത് യൂണിറ്റ് ഡിജിറ്റ് ആയ 9 നമ്മൾ 4 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ എത്ര? 36. അപ്പോൾ നമ്മൾ എന്തോന്നാണ് പഠിച്ചത്? ഇവിടുത്തെ റിമൈനിങ് ആയിട്ടുള്ള ബാക്കി 2 നമ്പറിനെയും കൂട്ടി ഗുണിക്കണം അല്ലേ? കൂട്ടണം. അപ്പോൾ 50 50ഉം 15ഉം എത്ര? 65. 13 വെച്ച് ഡിവിസിബിൾ ആണോ? യെസ്, ഇത് ഡിവിസിബിൾ ആണ്. ഡിവിസിബിൾ ബൈ 13 ആണ്. കാരണം എന്താണ്? 13 × 5 എത്ര? 65 അല്ലേ? അവിടെ നമ്മൾ എല്ലാ നമ്പറിൻ്റെയും മൾട്ടിപ്പിൾസ് പഠിച്ചിരിക്കണം. എന്ന് പറയുമ്പം ടേബിൾസ് പഠിച്ചിരിക്കണം. 13ൻ്റെ 14ൻ്റെ 15ൻ്റെ ഒക്കെ. സോ അടുത്ത മൂന്നാമത്തെ ക്വസ്റ്റ്യൻ 1391 എടുക്കുകയാണെങ്കിൽ നമ്മൾ ഇതെങ്ങനെ എടുക്കും? സോ നമ്മൾ യൂണിറ്റ് ഡിജിറ്റ് × 4 ചെയ്യും. അപ്പോൾ എത്ര? 1 × 4 4. അപ്പോൾ നമ്മൾ 139 പ്ലസ് ചെയ്യും. അപ്പോൾ എത്ര കിട്ടും? 143 എന്ന് കിട്ടും. അടുത്ത നമ്മൾ വീണ്ടും നമ്മൾ യൂണിറ്റ് ഡിജിറ്റ് എടുക്കുന്നു, × 2 ചെയ്യുന്നു. അപ്പോൾ 6 കിട്ടി. എന്നിട്ട് നമ്മൾ എന്തോ ചെയ്യും? ബാക്കി റിമൈനിങ് ആയിട്ടുള്ള 14 വെച്ച് കൂട്ടും. അപ്പോൾ എത്ര? 20 എന്ന് കിട്ടും. 20 എന്ന് കിട്ടും. ഇവിടെ ഒരു തെറ്റ് ചെയ്ത്, ഞാൻ ഒരു വലിയൊരു തെറ്റ് ചെയ്തു. ഞാൻ 7 ചെയ്യണമല്ല 2 വെച്ച് ചെയ്ത്. × 4 ആണ് ചെയ്യേണ്ടത് അല്ലേ? അപ്പോൾ എത്ര കിട്ടും? 3 × 4 എത്ര? 12. അപ്പം 14 + 12 എത്ര? 26. 26 ഈസ് ഡിവിസിബിൾ ബൈ 13 അല്ലേ? മനസ്സിലായ? നമ്മൾ എന്തോ ചെയ്യും? ആദ്യം നമ്മൾ എന്തോ ചെയ്യും? നമ്മളെ യൂണിറ്റ് ഡിജിറ്റിനെ ×
4 ചെയ്യും. അത് കഴിഞ്ഞിട്ട് നമ്മൾ സം ഓഫ് ഫസ്റ്റ് 2 നമ്പേഴ്സ് എടുക്കുകയാണെങ്കിൽ നമ്പർ അല്ലെങ്കിൽ n നമ്പേഴ്സ് പ്ലസ് നമ്മുടെ ഈ യൂണിറ്റ് ഡിജിറ്റുമായിട്ടുള്ള നമ്മൾ ഇൻഡ്യൂ ചെയ്ത 4 ആയിട്ടുള്ള ഇൻഡ്യൂ ചെയ്ത വാല്യൂ ചെയ്യുമ്പോൾ നമ്മുടെ വാല്യൂ കിട്ടും. അത് ഡിവിസിബിൾ ബൈ 13 ആണോ നോക്കണം. എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമ്മളുടെ അടുത്ത് എങ്ങനെയാണ് 9 × 4 ചെയ്ത് അപ്പം 36 കിട്ടി. ബാക്കി റിമൈനിങ് 16 ഉണ്ട്. 16 + 36 എത്ര? 52 എന്ന് കിട്ടി. മനസ്സിലായ? എനിക്ക് നിങ്ങൾ 1728 ഡിവിസിബിൾ ബൈ 13 ആണോ എന്ന് എനിക്കൊന്ന് കണ്ടുപിടിച്ചിട്ട് നമ്മുടെ കമൻറ്റ് ബോക്സിലൊന്ന് ഇട്ടേ. സോ അടുത്ത് നമുക്ക് വേറൊരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. അടുത്ത വേറൊരു ക്വസ്റ്റ്യൻ അല്ല, അടുത്ത് നമുക്ക് ഡിവിസിബിലിറ്റി റൂൾ ഓഫ് 17 പഠിക്കാം. 17ൻ്റെ ഡിവിസിബിലിറ്റി റൂൾ പഠിക്കാം. 13 കഴിഞ്ഞാൽ 14 നമുക്കറിയാമല്ല. 2 × 4 7 ചെയ്യും. കാരണം ഇതെന്തോന്നാണ്, നമ്മൾ കോപ്രൈം നമ്പേഴ്സാണ്. 15 ആണെങ്കിൽ നമ്മൾ 3 × 5 ചെയ്യും. അങ്ങനെ നമുക്ക് എല്ലാം കണ്ടുപിടിക്കാൻ പറ്റും. 16 17ൻ്റെ നമ്മൾ പക്ഷേ കണ്ടുപിടിക്കാൻ എന്തോന്നാണ് 17 എന്ന് പറയുന്നത് എന്തോന്നാണ്ടാ ഒരു പ്രൈം നമ്പറാണ്. സോ നമുക്ക് അതിനൊരു ഡിവിസിബിലിറ്റി റൂളുണ്ട്. നമുക്ക് 289 എന്ന് പറയുന്നത് എന്തോന്നാണ് 17ൻ്റെ സ്ക്വയറാണ്. അത് എല്ലാവർക്കും അറിയാമല്ലോ. നമ്മൾ ഡിവിസിബിലിറ്റി റൂൾ ഓഫ് 17 എങ്ങനെയെന്ന് ചെയ്യണമെന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ എന്തോന്നാണ് 2 × യൂണിറ്റ് ഡിജിറ്റ് ചെയ്യണത് 7ൻ്റെയും 4 ചെയ്യുന്ന 13ൻ്റെ, എന്നാൽ 17ൻ്റെ നമ്മൾ ഇൻറ്റു 5 ആണ് ചെയ്യുന്നത്. അപ്പോൾ എത്രയാണ് 5 × 9 എത്ര? 45. നമ്മൾ ഈ റിമൈനിങ് ആയിട്ടുള്ള 2 നമ്പേഴ്സ് ഇല്ലേ, അതിൽ നീ 45 മൈനസ് ചെയ്യുക. അപ്പോൾ എത്രയാണ് 45 - 28 എന്ന് പറയുന്നത് എന്തോ ആടാ 17 എന്ന് കിട്ടും. വിച്ച് ഈസ് ഡിവിസിബിൾ ബൈ 17 എന്ന് എഴുതിക്കൂടെ? നമുക്ക് സുഖമായിട്ട് എഴുതാം. അടുത്ത നമുക്ക് വേറൊരു ക്വസ്റ്റ്യൻ വരാണ്. 7 എന്നൊരു ക്വസ്റ്റ്യൻ വരാണ്. അപ്പോൾ അതിന് നമ്മളെങ്ങനെ ചെയ്യും? ഇൻറ്റു 5 അല്ലേ? ഇൻറ്റു 5 ചെയ്യുമ്പോൾ 7 × 5 എത്ര? 35. ഇത് രണ്ടും കൂടി മൈനസ് ചെയ്യണം അല്ലേ? അതുപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, 28 നിന്ന് 45 കുറച്ചാലും 45 നിന്ന് 28 കുറച്ചാലും 17 എന്നല്ലേ? ഇവിടെ ഒരു -17 കിട്ടും. -17 കിട്ടിയാലും അത് ഡിവിസിബിൾ ബൈ 17 അല്ലേ? അപ്പോൾ പറഞ്ഞാൽ നമുക്ക് എഴുതാം ദിസ് ഈസ് ഡിവിസിബിൾ ബൈ 17 എന്ന് എഴുതാം. സോ അപ്പം 69 നിന്ന് 35 കുറച്ചാൽ എത്ര കിട്ടും? 4 3 34. 34 എന്തോന്നാണ്ടാ ഡിവിസിബിൾ ബൈ 17 അല്ലേ? 34 × 7 17 എത്ര? 17 × 2 എത്ര? 34. സോ ഡിവിസിബിൾ ബൈ 17 ആണ്. സോ നമുക്കൊരു ക്വസ്റ്റ്യൻ ആയിട്ട് തരാം നിങ്ങൾക്ക്. 7 2 9 കിട്ടണ്ട. 7 2 9 7 ഇത് ഡിവിസിബിൾ ബൈ 17 ആണോ എന്ന് നമുക്കൊന്ന് കണ്ടുപിടിച്ച് പറഞ്ഞാൽ എനിക്കൊന്ന് കമൻറ്റ് ബോക്സിൽ ഇട്ടാൽ മതി. അടുത്ത നമുക്ക് പഠിക്കേണ്ടത് ഡിവിസിബിലിറ്റി റൂൾ ഓഫ് 19 ആണ്. നമ്മൾ ഈ ഓൾമോസ്റ്റ് എല്ലാ പരീക്ഷയിലും നമ്മളിത് പഠിച്ചു വെക്കണം. കാറ്ററിലെ എല്ലാ ട്രിക്സും എല്ലാം നമ്മൾ പഠിച്ചു വെക്കണം. അപ്പം നമ്മൾ പൊതുവേ നമ്മളടുത്ത് ചോദിക്കുന്ന 13 വരെ ചോദിക്കുള്ളൂ ഡിവിസിബിലിറ്റി റൂൾ. എങ്കിലും നമ്മളൊരു സേഫ്റ്റിക്ക് വേണ്ടിയാണ് നമ്മൾ ഡിവിസിബിലിറ്റി റൂൾ ഓഫ് 19 ഒക്കെ പഠിക്കുന്നത്. മനസ്സിലായോ? അപ്പം നമ്മൾ 19ൻ്റെ ഡിവിസിബിലിറ്റി ചെയ്യുമ്പോൾ ഇപ്പം 361 എന്തോന്നാണ് 19ൻ്റെ സ്ക്വയറാണ് 361. എല്ലാവർക്കും അറിയാമല്ല. ഞാൻ പറഞ്ഞില്ലേ 30 വരെയുള്ള സ്ക്വയർ നിങ്ങൾ പഠിക്കണം. 1 to 30 വരെയാണ്. അപ്പം 161. ഇതിന് നമ്മൾ എങ്ങനെയാണ് ഡിവിസിബിലിറ്റി റൂൾ അപ്ലൈ ചെയ്യുന്നത്? 19ൻ്റെ നമ്മൾ നേരത്തേലൊക്കെ എന്തോന്ന് പഠിച്ചാൽ 2 പിന്നെ എന്തോന്ന് 4 5 അല്ലേ? 7 ആണെങ്കിൽ നമ്മൾ 2 വെച്ച് ചെയ്യും. 13 ആണെങ്കിൽ നമ്മൾ 4 വെച്ച് ചെയ്യും. 17 ആണെങ്കിൽ നമ്മൾ 5 വെച്ച് ചെയ്യും. എന്നാൽ നമ്മളിവിടെ 19 ആണെങ്കിൽ എന്തോ ചെയ്യും? 2 വെച്ച് തന്നെ ചെയ്യും. അപ്പം 1 × 2 2 വരും. എന്നാൽ ഇവിടെ കുറയ്ക്കല്ല നമ്മൾ ചെയ്യേണ്ടത്, കൂട്ടുകയാണ് ചെയ്യേണ്ടത്. അപ്പം 36 + 2 എന്ന് പറയുന്നത് 38 എന്ന് കിട്ടും. വിച്ച് ഈസ് ഡിവിസിബിൾ ബൈ 19 എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് വേറൊരു ക്വസ്റ്റ്യൻ ഞാൻ ചെയ്യാം. 209. അപ്പോൾ നമ്മൾ എന്തോ ചെയ്യും? ഇൻറ്റു 2 ചെയ്യുമ്പം 9 × 2 18 കിട്ടി. അടുത്ത 20 + 18 എത്ര? 38. വിച്ച് ഈസ് ഡിവിസിബിൾ ബൈ 19 എന്ന് കിട്ടി. ഇപ്പം ഞാൻ വേറൊരു ക്വസ്റ്റ്യൻ 1995 എന്ന് പറയാം. അപ്പോൾ നമ്മൾ 5 × 2 എത്ര? 10 അല്ലേ? എന്നിട്ട് ഇത് കൂട്ടയല്ലേ ചെയ്യേണ്ടത്? 199. അപ്പം 209 എന്ന് കിട്ടി. 209 അല്ലേ ഇവിടെ കിട്ടിയിരിക്കണം. അപ്പോൾ നമ്മൾ എങ്ങനെ ചെയ്യും? ഇൻറ്റു 2 വീണ്ടും ചെയ്യും. അപ്പം 18 കിട്ടും. 20 + 18 എത്ര? 38 എന്ന് കിട്ടും. വിച്ച് ഈസ് ഡിവിസിബിൾ ബൈ 19 എന്ന് കിട്ടും. ഇല്ലയോ? എങ്കിൽ ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ എനിക്ക് കമൻറ്റ് ബോക്സിൽ ഇട്ട് തരേണ്ടതാണ്.
എന്നുണ്ട് ഒരു 4ാമത്തെ ഒരു ക്വസ്റ്റ്യൻ. 5130 ഇത് ചെയ്തിട്ട് ഇത് ഡിവിസിബിലിറ്റി റൂൾ ഓഫ് 19 ആണോ എന്ന് ചോദിച്ചു ചെയ്ത് കാണിക്കണം എന്ന് പറയുമ്പോൾ ഡിവിസിബിലിറ്റി റൂൾ അപ്ലൈ ചെയ്യാൻ ഇതിൽ പറ്റുമോ, വിച്ച് ഈസ് ഡിവൈഡഡ് ബൈ 19 ആണോ എന്നൊന്ന് പറഞ്ഞ്